Hi, welcome to the next lecture of our mathematical logic. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡയറക്റ്റ് പ്രൂഫ് ടു ടൈപ്സ് ഓഫ് ഇൻഡയറക്റ്റ് പ്രൂഫ് ആണ് ഡീൽ ചെയ്തത്. അതിൽ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ വരെ ചെയ്തു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇൻ ദി ഇൻഡയറക്റ്റ് പ്രൂഫ് വി ആർ ഗോയിങ് ടു സ്റ്റഡി പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. എങ്ങനെയാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിലേക്ക് പോകുന്നതെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിലാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമലി അത് കഴിഞ്ഞതിൽ എന്തായിരുന്നു പ്രൂഫ് ബൈ കോൺട്രാപൊസിഷനിൽ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്തത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ഓൾസോ അസ്യൂം ദാറ്റ് Q is true. Also assume that Q is I also assume that Q is false ആണെന്ന് അസ്യൂം ചെയ്യാം. P true ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ എന്തുകൂടി ചെയ്യുക, Q ആണ് പ്രൂവ് ചെയ്യുന്നത്. Q true ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം Q false ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നെഗേഷൻ Q എന്താവും, ട്രൂ ആവും. നെഗേഷൻ Q ഇംപ്ലൈസ് നെഗേഷൻ P വെച്ചിട്ട് നെഗേഷൻ P ട്രൂ ആണെന്ന് കിട്ടും. ഓക്കെ, ഒരേ സമയത്ത് പിയും നെഗേഷൻ പിയും ട്രൂ ആവും. ഇതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ഒരേ സമയം ഫോൾസും ട്രൂ ആവാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ കോൺട്രഡിക്ഷൻ വന്നത്? നമ്മൾ ക്യൂ ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്തു. ദാറ്റ്സ് വൈ കോൺട്രഡിക്ഷൻ. That's the reason of this contradiction. So negation Q and the negation Q true ആവാൻ പറ്റില്ല. അപ്പൊ എന്തേ ട്രൂ ആവാൻ പറ്റൂ? Q മാത്രമേ ട്രൂ ആവാൻ പറ്റൂ. അതാണ് ഇവിടുത്തെ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്. ഇതില് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരു പ്രപ്പോസിഷൻ കാണിച്ചിട്ട് അത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് അത് നെഗേഷൻ ക്യൂ, അതായത് പി ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഹൈപ്പോത്തസിസ് റീസൺ എഴുതി നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എന്തോ സംതിങ് റോങ് അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇത് എന്തുകൊണ്ടായിരിക്കും, പി ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. സോ പി എന്താവാനേ പറ്റുള്ളൂ, ട്രൂ ആവാനേ പറ്റൂ. ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇത് ചെയ്യുന്ന രീതി. അപ്പോൾ ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് 10 of any 64 days chosen must fall on the same day of the week. നമ്മൾ ചെയ്യുകയാണെങ്കിൽ 64 days എന്ന് പറയുമ്പോൾ എത്രയാ, 64 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 7, that is 63. 7 വീക്സും ഉണ്ടാവും, ഒരു ഡേയും ഉണ്ടാവും അല്ലെ. 9 വീക്സും ഉണ്ടാവും, ഒരു ഡേയും ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പൊ സൺഡേ സപ്പോസ് സൺഡേ 1ാം തീയതി വന്നു, ഒരു ഡേയ്സിന് വന്നു. അപ്പൊ എത്ര സൺഡേ വരുന്നുണ്ട് അവിടെ? 63 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള 64th ഡേയ്സിലും എന്ത് തന്നെയായിരിക്കും, അവിടെ ഒരു സൺഡേ തന്നെയായിരിക്കും വരും. ഓക്കെ, അപ്പൊ എത്ര വരുന്നുണ്ട്? മിനിമം ഒരു 10 ഡേയ്സ് എങ്കിലും, ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അവിടെ 64 ഡേയ്സിൽ ഒരു ദിവസമെങ്കിലും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. 10 പ്രാവശ്യം ഉണ്ടാവും. 10 സൺഡേ ഉണ്ടാവാം, അല്ലെങ്കിൽ 10 മൺഡേ ഉണ്ടാവും, അല്ലെങ്കിൽ 10 ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 10 of any 64 days chosen must fall on the same day of the week. 10 ദിവസമെങ്കിലും ഒരേ ദിവസമായിരിക്കണം, ആഴ്ചയിൽ ഒരേ ദിവസമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്തായിട്ട് എടുത്തു, പി അറ്റ്ലീസ്റ്റ് 10 of any 64 chosen days fall on the same day of the week ആണെന്ന് എടുത്തു. പി ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഫോൾസ് ആണെന്ന് എടുത്തു. ഇപ്പൊ നെഗേഷൻ പി എന്താണെന്ന് കിട്ടി, ട്രൂ ആണെന്ന് കിട്ടി. അപ്പൊ ഇത് ഫോൾസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 എങ്കിലും അവിടെ സെയിം ഡേയിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത് തെറ്റാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അത് ട്രൂ ആണെന്ന് പറയുന്നത്. അപ്പൊ അറ്റ്മോസ്റ്റ് 10 ഡേയ്സ് എന്ത് വരും,
at least 10 of any 64 days fall on the same day of the week ആണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ at most 10 അല്ല 9 days, at most 9 or 64 days fall on the same day of the week ആയിരിക്കും കറക്റ്റ് വരിക. ഓക്കെ, 1 വീക്കിൽ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം. അപ്പൊ എത്ര ദിവസം വന്നു? 64-ല് ഒരു 9 മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ എന്നാ പറയുന്നത്? 9 പ്രാവശ്യം മാത്രമേ എല്ലാ ഡേയ്സും വരുള്ളൂ എന്നാണ്. സൺഡേ എടുക്കുവാണെങ്കിൽ അതിൽ 9 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു വീക്കിൽ എത്ര ദിവസം ഉണ്ട്? 7 ദിവസം ഉണ്ട്. അപ്പൊ 9 into 7 എത്രയാ? 9 times 64 ഡേയ്സ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അത് എത്ര വീക്കാണെന്ന് എടുക്കുക. അപ്പൊ എത്ര വീക്കാ? ആക്ച്വലി അത് 9 വീക്കാണ്. 9 വീക്ക് 9 into 7 അല്ലേ? ദിസ് മീൻസ് ആക്ച്വലി 9 വീക്സ് പ്ലസ് 1 ഡേ ആണ് 64 ഡേ. ഓക്കെ, 64 ഡേയ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് മാറ്റാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സൺഡേ എടുത്തു, അത് എല്ലാ വീക്കിലും ഉണ്ട്. അടുത്ത ആ 1 ഡേ ഇല്ലേ, പ്ലസ് 1 ഡേ ഉള്ളത് സൺഡേ ആവാം, ട്യൂസ്ഡേ ആവാം, ഏതോ ഒരു ഡേ എങ്കിലും എന്ത് തെറ്റിക്കുന്നുണ്ട്? ഈ സാധനം വയലേറ്റ് ചെയ്യുന്നു. ഇത് ട്രൂ ആവില്ല. ഓക്കെ, which implies a contradiction. Therefore P is true. ഇനി അടുത്തതാണ് ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ എന്താ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇഫ് n is an integer and n cube plus 5 is odd, then n is even. Then prove that n is even. So we are going to prove this by method of contradiction. So let P be the statement such that n is an integer and n cube plus 5 is odd. Okay, n integer ആണെന്നുള്ളത് നമ്മൾ P statement ആയിട്ട് എടുക്കില്ല. n cube plus 5 is an odd integer. Q is a statement such that n is an even integer. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് P implies Q എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. Assume n cube plus 5 is an odd integer. ഇനി നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ P അസ്യൂം ചെയ്തു. P is true ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഓൾസോ അസ്യൂം ദാറ്റ് Q is false. Q is false ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is not an even integer. Which implies integer എന്തേ ആവുള്ളൂ? ഒന്നുകിൽ even ആവാം അല്ലെങ്കിൽ odd ആവാം. Which implies n is an odd integer. n odd integer ആണെങ്കിൽ there exists a case such that n നെ എങ്ങനെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും? n equal to 2k plus 1. K is any integer. അപ്പോൾ നമ്മുടെ n cube plus 5 എന്തായി മാറും? That's equal to 2k plus 1 cube plus 5, which is equal to 2k plus 1, that is 2 cube. അതെത്ര വരും? That is 8k cube plus 3 into
4, 12 k square plus 6k plus 1 plus 5. എത്ര വരും? 8k cube plus 12k square plus 6k plus 6. That's equal to 2 into 4k cube plus 6k square plus k plus 1 കിട്ടി. അപ്പോൾ ഇത് എന്ത് കിട്ടി? Some 2 into this is of the form 2m, where m is equal to 4k cube plus 6k square plus k plus 1, which implies n cube plus 5 is an even integer. Even integer. ഇത് ശരിയാവോ? ഒരിക്കലും എപ്പോഴെങ്കിലും ശരിയാവോ? നമ്മൾ അസ്യൂം ചെയ്തത് എന്താ? ദിസ് ഇസ് an odd integer എന്നാണ് അസ്യൂം ചെയ്തത്. So this implies a contradiction. This implies a contradiction. Okay. So എന്തേ ആവുള്ളൂ? n is an even integer. എന്താ ഈ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ടാണ്? നമ്മുടെ അസംഷൻ തെറ്റായത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻ n is an odd integer എന്നാണ്. അതൊരിക്കലും സംഭവിക്കൂല. അപ്പൊ എന്ത് മാത്രമേ വരുള്ളൂ? n is an even integer മാത്രമേ സംഭവിക്കുള്ളൂ. ഓക്കെ, ഇതാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഇനി നെക്സ്റ്റ് പ്രൂഫ്, തേർഡ് ടൈപ്പ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നതാണ് vacuous proof and trivial proof. Vacuous proof and trivial proof. Third type of proving methods is vacuous proof and trivial proof. Vacuous proof എന്താണെന്നും trivial proof എന്താണെന്നും പറയണം. അതിനു വേണ്ടിയിട്ട് suppose that H is the hypothesis notation ആണ്, C is the notation of the conclusion. Okay. Assume that H is false. H ന് false ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ കൺക്ലൂഷൻ ട്രൂ ആണെങ്കിലും false ആണെങ്കിലും H implies C എന്തായി മാറും? ഇതിനെ ബാധിക്കുന്ന ഈ കൺക്ലൂഷൻ ട്രൂ ആണോ false ആണോ എന്നുള്ളതല്ല അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. H false ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ H implies C എന്നുള്ളത് ട്രൂ ആയി മാറും. ഓക്കെ, അപ്പൊ അത് ബൈ ഡിഫോൾട്ട് ഇത് എന്തായിട്ട് മാറും? ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ട്രൂ ആയി മാറും. റൈറ്റ്? ഈ ടൈപ്പ് ഓഫ് പ്രൂഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്വസ് പ്രൂഫ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോട്ടൽ സ്റ്റേറ്റ്മെന്റ് H implies C എന്നുള്ളത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയി മാറും. വാക്വസ് പ്രൂഫ് ആണത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ട്രൂ ബൈ ഡിഫോൾട്ട് ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് പ്രൂഫ് ഈസ് കോൾഡ് vacuous proof. Next is trivial proof. Trivial proofും vacuous proofന്റെ വേറൊരു ടൈപ്പ് രീതിയിലുള്ള പ്രൂഫാണ്. അതായത് ബൈ ഡിഫോൾട്ട് ഇത് ട്രൂ ആയി മാറുവാണ്. കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ ഡിഫോൾട്ട് ഇത് ട്രൂ ആയി മാറുവാണ്. അല്ലാതെ നമ്മൾക്ക് ഇത് ഹൈപ്പോത്തസിസ് അസ്യൂം ചെയ്ത് കൺക്ലൂഷനിൽ എത്തേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി മാറും. അപ്പൊ ഈ ട്രിവിയൽ പ്രൂഫിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും. കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹൈപ്പോത്തസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമേ അല്ല. H implies C എന്തായി മാറും? കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ H implies C എന്നുള്ള കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് കിട്ടും? ട്രൂ. എന്തുകൊണ്ടാ? H implies ഇംപ്ലിക്കേഷനിൽ ഫസ്റ്റത്തേത് ഫോൾസ് ട്രൂ ട്രൂ തന്നെയാണ്. ട്രൂ ആണ്. അപ്പോൾ H ഹൈപ്പോത്തസിസ് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും കൺക്ലൂഷൻ ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായി മാറി? ബൈ ഡിഫോൾട്ട് became true. Okay, so this type of proving method is known as trivial proof.